നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെയുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകം വീഡിയോ ആണ്. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് കാർത്തിക നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെയുണ്ടാകും എന്ന് നോക്കാം. ആദിത്യ ദശയിലാണ് കാർത്തിക നക്ഷത്രക്കാർ ജനിക്കുക. ആദിത്യ ദശ 6 വർഷമാണ്. ഏകദേശം 3 വർഷം ആദിത്യദശ ലഭിക്കുമെന്ന് കണക്കുകൂട്ടുക. അങ്ങനെ വരുമ്പോൾ അടുത്തത് ചന്ദ്രദശയാണ്. 13 വർഷം, അതായത് 13 വയസ്സ് വരെ ചന്ദ്രദശ ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടാം. പിന്നീട് 7 വർഷമുള്ള ചൊവ്വാദശ ഏകദേശം 20 വയസ്സ് വരെ ഉണ്ടാകുമെന്ന് നമുക്ക് കണക്കുകൂട്ടാം. അതിനുശേഷം 18 വർഷക്കാലം രാഹുർദശയാണ്. അത് ഏകദേശം 38 വയസ്സ് വരെ ഉണ്ടാകും. അതിനുശേഷം 16 വർഷം വ്യാഴദശയാണ്. അത് ഏകദേശം 54 വയസ്സ് വരെ ഉണ്ടാകും. അതിനുശേഷം 19 വർഷം ശനിദശയാണ്. അത് ഏകദേശം 73 വയസ്സ് വരെ ഉണ്ടാകും. ചന്ദ്രദശയും രാഹുർദശയും ശനിദശയും അനുകൂല ദശാകാലങ്ങളാണ്. വ്യാഴം അനുകൂലത്തിലാണെങ്കിൽ വ്യാഴദശയും അനുകൂലത്തിലായിരിക്കും എന്ന് പറയാം. എന്നാൽ ഏകദേശം 13 വയസ്സിന് ശേഷമുള്ള 20 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ, ചൊവ്വാദശയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പഠനകാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കാതിരിക്കുക. അപകടം പിടിച്ച കാര്യങ്ങളിൽ നിന്നും ഒക്കെ അവർ ഒഴിവാകേണ്ടതുമാണ്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കാർത്തിക നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെ ഉണ്ടാകും എന്നുള്ള ഫലത്തെ കേൾക്കുവാൻ. നമുക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിരിക്കും പുതുവർഷം. തൊഴിൽപരമായിട്ട് ചില അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായേക്കാം. എന്നാൽ ധനപരമായിട്ട് വളരെ അനുകൂല സമയമാണ്. അതായത് ബുദ്ധിമുട്ടുകൾ എത്ര ഉണ്ടാകുന്നു അതിനനുസരിച്ച് സാമ്പത്തികമായി ഗുണഫലം ലഭിക്കുമെന്ന് ഉറപ്പ് പറയാം. രാഷ്ട്രീയക്കാരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഓരോ നീക്കങ്ങളും വളരെ ശ്രദ്ധിച്ച് ആലോചിച്ചു മാത്രമേ ചെയ്യാവുള്ളൂ. സഹപ്രവർത്തകരുടെ കൂടെ നിൽക്കുന്നവരുടെയൊക്കെ പുഞ്ചിരിച്ച മുഖം മാത്രം എടുത്തുകൊണ്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. മറഞ്ഞിരുന്നുകൊണ്ട് ഉള്ള ചതിയൊക്കെ ചിലപ്പോൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒക്കെ മുതിരാതെ ഒഴിഞ്ഞു മാറിപ്പോകേണ്ടതാണ്. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം. അതായത് സ്വന്തം കാര്യം ചിന്താവ എന്ന് പറയുന്ന പ്രകാരം ജീവിക്കേണ്ട സമയമാണ്, വർഷമാണ് വരുന്നത് എന്നർത്ഥം. ഒരു കാര്യത്തിലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. വിവാഹിതരായിട്ടുള്ളവരെ സംബന്ധിച്ച് കുടുംബജീവിതത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം പുലർത്തേണ്ടതാണ്. ജീവിത പങ്കാളിക്കും സന്താനങ്ങൾക്കും കൂടുതലായിട്ടുള്ള സംരക്ഷണവും ശ്രദ്ധയും കൊടുക്കേണ്ടതാണ് എന്നർത്ഥം. എഴുത്തുകുത്തുകൾ, അക്കൗണ്ടിംഗ് മേഖല എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അധ്വാന ഭാരം കൂടിയേക്കാം. അത് നേട്ടമുണ്ടാക്കുന്നതുമാണ്. കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം പുലർത്തുന്നതിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. കുടുംബാംഗങ്ങളുടെ, പ്രത്യേകിച്ച് മുതിർന്ന അംഗങ്ങളുടെയൊക്കെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കുട്ടികളുടെ അടുക്കും ചിട്ടയ്ക്കും പഠനകാര്യത്തിലും ഒക്കെ സ്ത്രീകളായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് എന്നർത്ഥം. വാദപ്രതിവാദങ്ങളിൽ നിന്നുമൊക്കെ പരമാവധി കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും വിട്ടുനിൽക്കുക. വിനോദസഞ്ചാരത്തിനും ക്ഷേത്ര ദർശനങ്ങൾക്കുമൊക്കെ സമയം കണ്ടെത്തേണ്ട വർഷമാണ്. നിർബന്ധമായിട്ടും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്ന പക്ഷം കാർത്തിക നക്ഷത്രക്കാർക്ക് ഉയർച്ച ഉണ്ടാകും. ചൊവ്വാദശ അനുഭവിക്കുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച്, അതായത് ചെറുപ്പക്കാരെ സംബന്ധിച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പരിഹാര കർമ്മങ്ങൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.